أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 35-ാമത്തെ ആയത്താണ് നിങ്ങൾ ശ്രവിച്ചത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങൾ ആദമിന് വഴിപ്പെടുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം സ്മരിക്കുക. അപ്പോൾ അവർ വഴിപ്പെട്ടു, പക്ഷേ ഇബ്ലീസ് വഴിപ്പെട്ടില്ല. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അവൻ നിഷേധികളിൽപ്പെട്ടവനായിരുന്നു. സയ്യിദ്ന ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യാഖ്യാനം വിശദീകരിക്കുന്നതിന് മുമ്പ് ഈ ആയത്തിൽ ഇസ്ജുദു സുജൂദ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു: വിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നത് അള്ളാഹുവിന് പുറമെ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യുന്നത് ഒരു സാഹചര്യത്തിലും അനുവദനീയമല്ല എന്നാണ്. അള്ളാഹു തആല പറയുന്നു: വലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി വസ്ജുദു ലില്ലാഹില്ലദീ ഖലഖഹുന്ന. അതായത് സൂര്യനെയോ ചന്ദ്രനെയോ അല്ല, മറിച്ച് അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക. ഈ കൽപ്പന നിലനിൽക്കെ മലക്കുകളോട് ആദമിനെ സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഹുസൂർ പറയുന്നു: എന്നാൽ ചിലർ വാദിക്കാറുണ്ട്, ഒരുപക്ഷെ ആദമിൻ്റെ കാലത്ത് അള്ളാഹുവിന് പുറമെ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നിരിക്കാം, പിന്നീട് അത് നിരോധിക്കപ്പെട്ടുവെന്നും. എന്നാൽ ഈ വാദം ശരിയല്ല. കാരണം തൗഹീദിൻ്റെ, അതായത് ഏകദൈവ വിശ്വാസത്തിൻ്റെ കൽപ്പന ഒരു ശാശ്വത കൽപ്പനയാണ്, കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല. മാത്രവുമല്ല, മലക്കുകളെക്കുറിച്ച് അള്ളാഹു തആല വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്: മലക്കുകൾ എല്ലായ്പ്പോഴും അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുന്നവരാണ്, മറ്റൊരാൾക്കും ഒരിക്കലും അവർ സുജൂദ് ചെയ്യുകയില്ല. അള്ളാഹു തന്നെ ഇത് പറഞ്ഞിരിക്കെ പിന്നെ എങ്ങനെയാണ് അള്ളാഹു ആദമിനെ സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറയുക? യഥാർത്ഥത്തിൽ ഇസ്ജുദു ലി ആദമ എന്നതിൻ്റെ അർത്ഥം ആദമിനെ സുജൂദ് ചെയ്യുക എന്നല്ല, മറിച്ച് ആദമിനെ ഖലീഫയായി നിയോഗിച്ചതിൻ്റെ കാരണത്താൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്നാണ്. ഇവിടെ ലാം എന്ന പദം കാരണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആദമിനെ ഖലീഫയായി നിയോഗിച്ചതിൻ്റെ സന്തോഷത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്നാണ്. സുജൂദ് അള്ളാഹുവിന് മാത്രം അനുവദനീയമാകുന്നതിനാൽ സുജൂദ് ആർക്കാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇവിടെ ഈ ആയത്തിൽ മറ്റൊരു പാഠം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി സുജൂദ് ചെയ്യുക എന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഇടയാക്കുന്നവയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പലരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി പറയുന്നതിന് പകരം അത് അവരുടെ വിജയമായും അവരുടെ കഴിവുകളാൽ ലഭിച്ചതായും കരുതപ്പെടുന്നു. അതുപോലെ സുജൂദിൻ്റെ മറ്റൊരു അർത്ഥം ആദമിൻ്റെ അനുസരണവും വിധേയത്വവുമാണ്. അറബി നിഘണ്ടുവിൽ സുജൂദ് എന്ന പദത്തിന് ശാരീരികമായ സുജൂദിന് പുറമെ വിനയവും അനുസരണവും എന്ന അർത്ഥവും നൽകിയിട്ടുണ്ട്. ഇപ്രകാരം ഈ ആയത്തിന് അർത്ഥം വരുന്നത് ആദമിന് ഖലീഫയുടെ മഹനീയ പദവി നൽകിയപ്പോൾ മലക്കുകൾക്ക് നൽകപ്പെട്ടത് ആദമിൻ്റെ പ്രവർത്തികളെ സഹായിക്കാനും അവൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുവാനുള്ള വ്യവസ്ഥിതിയെ പിന്തുണയ്ക്കാനുമാണ്. അതായത് ഫസജദു എന്നതിൻ്റെ അർത്ഥം മലക്കുകൾ ആദമിൻ്റെ നേതൃത്വത്തെ പിന്തുണച്ച് അവൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രവർത്തിച്ചു എന്നാണ്. അതിനുശേഷം ഹുസൂർ ഇല്ലാ ഇബ്ലീസ്, പക്ഷേ ഇബ്ലീസ് വഴിപ്പെട്ടില്ല എന്നതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു: ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇബ്ലീസ് മലക്കിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ്. സൂറത്തുൽ കഹഫിൽ അള്ളാഹു പറയുന്നു: കാന മിനൽ ജിന്നി ഫഫസഖ്. അതായത് ഇബ്ലീസ് അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു. എന്നാൽ ചിലർ പറയുന്നത് ഇബ്ലീസ് മലക്കുകളിൽപ്പെട്ടവനല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ല എന്ന വാക്ക് ഉപയോഗിച്ചത്?
കാരണം ഇല്ല എന്നതിൻ്റെ അർത്ഥം ഒഴികെ എന്നാണ്. ഒഴികെ എന്ന വാക്ക് സാധാരണയായി മുമ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെട്ടവയെ മാത്രമാണ് വേർതിരിക്കുന്നത്. ഉദാഹരണത്തിന്, എല്ലാ സുഹൃത്തുക്കളും വന്നു സെയ്ദ് ഒഴികെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെയ്ദ് സുഹൃത്തുക്കളിൽ ഒരാളാണ് എന്നാണ്. അപ്രകാരം ഇല്ലാ ഇബ്ലീസ് എന്ന് പറയുമ്പോൾ ഇബ്ലീസും മലക്കുകളിൽപ്പെട്ടവനാകുന്നു. ഹുസൂർ ഇതിൻ്റെ മറുപടിയായി പറയുന്നു, ഇല്ല എന്നതിന് ഒഴികെ എന്ന അർത്ഥം തന്നെയാണ്. എന്നാൽ ഇവിടെ ഇല്ല എന്ന പദം മുൻകത്തി ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് വിച്ഛേദിക്കപ്പെട്ട രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഇവിടെ ഇല്ല എന്ന പദം ഒഴികെ എന്ന അർത്ഥമല്ല, മറിച്ച് പക്ഷേ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു ഉദാഹരണമായി പണ്ഡിതന്മാർ പറയാറുണ്ട്, ജാഅൽ ഖൗമു ഇല്ല ഹിമാറഹും, അതായത് ജനങ്ങൾ വന്നു പക്ഷേ അവരുടെ കഴുത വന്നില്ല. ഇവിടെ ഇല്ല എന്ന പദത്തിന് കൂടുതൽ യോജിക്കുന്ന പദം പക്ഷേ എന്നതാണ്. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാക്ഷേപമുയരുന്നുണ്ട്. അതായത് ഇബ്ലീസ് മലക്കുകൾപ്പെട്ടവനല്ലെങ്കിൽ മലക്കുകൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെയും അവർ അനുസരിച്ചതിൻ്റെയും വിവരണത്തിൽ ഇബ്ലീസിൻ്റെ പരാമർശം എന്തിനാണ്? അവന് കൽപ്പന തന്നെ നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്തിന് സുജൂദ് ചെയ്യണമെന്ന്? ഈ ആരോപണത്തിൻ്റെ മറുപടിയിൽ ഹുസൂർ പറയുന്നു, മുൻപുള്ള ആയത്തുകളിൽ വിശദീകരിച്ചതുപോലെ മലക്കുകൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരികളാണ്. ഖുർആനിൽ അവരെ വിവിധ കാര്യങ്ങളുടെ ആദ്യ ഖണ്ണിയും പ്രഥമ കാരണവുമായി വിവരിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം ഒരു ശൃംഖല പോലെയാണ്. അതിൻ്റെ ആദ്യ ഖണ്ണി മലക്കുകളാണ്. ആദ്യ ഖണ്ണിയെ ചലിപ്പിക്കുന്നവൻ്റെ ഉദ്ദേശം അതിനോട് ബന്ധപ്പെട്ട മറ്റു കണ്ണികളും ചലിപ്പിക്കണമെന്നതാണ്. അതുപോലെ അള്ളാഹു മലക്കുകൾക്ക് ഒരു കൽപ്പന നൽകുമ്പോൾ അത് ഭൗതിക ലോകത്ത് ആ തരത്തിലുള്ള ഒരു ചലനം ആരംഭിക്കണമെന്ന അർത്ഥത്തിലാണ്. ആദമിൻ്റെ അനുസരണത്തിന് മലക്കുകൾക്ക് കൽപ്പന നൽകിയപ്പോൾ അതിൻ്റെ ഉദ്ദേശവും ഇതായിരുന്നു. മലക്കുകൾ ആദ്യം അഭിസംബോധന ചെയ്യപ്പെട്ടവരാണെങ്കിലും കൽപ്പന മുഴുവൻ ലോകത്തിനും ബാധകമായിരുന്നു. അതിനാൽ ആ കൽപ്പന നിഷേധിച്ചവർ അനുസരണക്കേട് കാണിച്ചവനായി. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.